കോൺഗ്രസിനെ പൂട്ടാനും സംസ്ഥാനത്ത് CPIM-നെ അരിയിട്ട് വായിക്കാനുമാണ് റിപ്പോർട്ടർ TV നടക്കുന്നത്. കൈരളി ചാനലിന് പോലുമില്ലാത്ത ആത്മാർത്ഥതയാണ് പിണറായി വിജയനോടും LDF സർക്കാരിനോടും റിപ്പോർട്ടർ TVക്കുള്ളത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിസ്ഥാനത്ത് വന്ന ലൈംഗികാരോപണ കേസ് കേരളത്തിൽ ആഘോഷമാക്കിയത് പിന്നിൽ റിപ്പോർട്ടർ ചാനലിന്റെ കൈകളുണ്ട്. ബിഗ് ബ്രേക്കിംഗ് എന്ന തലക്കെട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരം വെളുക്കുമ്പോൾ മുതൽ ഇരുട്ടുന്നതുവരെ വാർത്ത നൽകിയാണ് റിപ്പോർട്ടർ TV CPM-നോടുള്ള കൂറ് വ്യക്തമാക്കിയത്. വാർത്താ സമ്മേളനങ്ങളിലും റിപ്പോർട്ടർ ചാനൽ ലക്ഷ്യം വയ്ക്കുന്നത് കോൺഗ്രസ് നേതാക്കളെയാണ്. ഇതിനെതിരെ പല സന്ദർഭങ്ങളിലും കോൺഗ്രസിലെ നേതാക്കൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. നേരത്തെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം സജീവമായപ്പോൾ വീണ്ടും തിരികെ കൂട്ടിൽ കയറ്റാനാണ് റിപ്പോർട്ടർ TV ശ്രമിച്ചത്. ഇതിനെതിരെ രാഹുൽ പൊട്ടിത്തെറിച്ചപ്പോൾ പിന്നീട് റിപ്പോർട്ടറിൽ നിന്ന് അങ്ങനെയൊരു ചോദ്യമുണ്ടായിട്ടില്ല. സമാന രീതിയിൽ VD സതീശനെ പൂട്ടാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ. CPM പോലും ഭയക്കുന്ന മൂർച്ചയുള്ള നാവ് സ്വന്തമായിട്ടുള്ള നേതാവാണ് VD സതീശൻ. ആ പ്രതിപക്ഷ നേതാവിനെ മെരുക്കാനുള്ള ലെവലൊന്നും റിപ്പോർട്ടർ ചാനലിനില്ല. KPCC ഭാരവാഹി പട്ടികയുമായി ബന്ധപ്പെട്ട് VD സതീശനെ വളഞ്ഞ റിപ്പോർട്ടർ ചാനൽ ചൊറിയുന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. എന്നാൽ കണക്കിന് കൊടുത്താണ് സതീശൻ റിപ്പോർട്ടർ ചാനലിന്റെ ചൊറിച്ചിൽ മാറ്റിയത്. നിങ്ങൾ ആരാണ് എന്നെ ചോദ്യം ചെയ്യാൻ? നിരന്തരമായി എന്നെ തടസ്സപ്പെടുത്തുകയാണല്ലോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം കിട്ടണമെങ്കിൽ അത് നിങ്ങളുടെ ഓഫീസിൽ ഇരിക്കുന്നവന്മാരുടെ അടുത്ത് പോയി ചോദിക്കൂ. പിന്നാലെ മറ്റൊരു ചോദ്യം റിപ്പോർട്ടർ പ്രതിനിധിയിൽ നിന്നുണ്ടായതോടെ തനിക്ക് മറുപടി പറയാൻ സൗകര്യമില്ല എന്നും സതീശൻ പറഞ്ഞു. റിപ്പോർട്ടർ ചാനലിനെ പറപ്പിക്കുന്ന സതീശന്റെ വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഇതൊരു മെസ്സേജ് അയച്ച വിഷയമാണ്. അവർ മെസ്സേജ് അയച്ചെന്ന് ഇയാൾ എന്നെ കൊണ്ട് പറയിക്കില്ലല്ലോ. നിങ്ങളെ ആരെങ്കിലും ചുമതലപ്പെടുത്തി വിട്ടേക്കുവാണോ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട്? നിങ്ങൾ നിരന്തരമായി എന്നെ തടസ്സപ്പെടുത്തുകയാണല്ലോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം വേണേൽ നിങ്ങളുടെ അവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ, എന്നോട് ചോദിക്കണ്ട. എന്താണ് പറ? ഇയാൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. ഇയാൾക്ക് മറുപടി ഇല്ല. കാരണം ഇയാൾ വെറുതെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ പറയാൻ ഇയാൾ സമ്മതിക്കണമില്ല. ഇയാൾ തടസ്സപ്പെടുത്തിയാൽ ഞാൻ നിർത്തിയിട്ട് പോകും. ഇയാൾ നിരന്തരമായി ഞാൻ സംസാരിക്കുന്നതിനിടയിൽ ആദ്യം മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക. അദ്ദേഹം പറഞ്ഞു തീർന്നിട്ട് എനിക്കതിനുള്ള അവകാശം ഉണ്ടല്ലോ. നിങ്ങളുടെ ചോദ്യത്തിന് വേറൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറയണത്. നിങ്ങൾ പറഞ്ഞയച്ചേക്കണവർ വേറെ വല്ലതും പറഞ്ഞാണ്. എൻ്റെ അടുത്ത് വേണ്ട. അല്ല, അത് നിങ്ങൾ പല മൈക്കിൽ പോയി പ്രസംഗിക്കും. ചന്തയിൽ പരിഹരിച്ചെന്നാണല്ലോ പറഞ്ഞാൽ. പരിഹരിച്ചത് എന്താണെന്ന് പറയൂ. നിങ്ങൾ എന്താണെന്ന് സൗകര്യമില്ല. നിങ്ങളോട് എനിക്ക് പറയാൻ സൗകര്യമില്ല. എന്നോട് പറയണ്ട, ബാക്കിയുള്ള മാധ്യമങ്ങളോട് പറയാം. നിങ്ങളുടെ അജണ്ട വേറെയാണ്. ആ അജണ്ടയായിട്ട് എൻ്റെ അടുത്ത് വരണ്ട. റിപ്പോർട്ടർ TVയുടെ അജണ്ട വേറെയാണ്. ആ അജണ്ടയായിട്ട് എൻ്റെ അടുത്ത് വരണ്ട. നേരത്തെ രാഷ്ട്രീയ നേരംപോക്കിനെ തന്നെ വാർത്തയിലൂടെ തലക്കെട്ടാക്കി മാറ്റിയ റിപ്പോർട്ടർ TVയോട് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു. ചാനൽ പൂട്ടിക്കാതെ പിന്നോട്ടില്ലെന്ന പ്രഖ്യാപനമാണ് അന്ന് കുഴൽനാടനിൽ നിന്നുണ്ടായത്. പാതിവില തട്ടിപ്പ് കേസിൽ റിപ്പോർട്ടർ TV നൽകിയ വ്യാജ വാർത്തയിലാണ് കുഴൽനാടൻ ഇറങ്ങിയിരിക്കുന്നത്. പ്രതി അനന്തു കൃഷ്ണനിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന രീതിയിൽ വ്യാജ വാർത്ത നൽകിയതിനാലാണ് MLA നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. താൻ പണം വാങ്ങിയെന്ന് അനന്തു മൊഴി നൽകിയിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരം ലഭിച്ചതായി ചാനലിനെ അറിയിച്ചിട്ടും വാർത്ത പിൻവലിക്കാൻ തയ്യാറായില്ലെന്നും മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട്. നിരുപാധികം വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് വക്കീൽ നോട്ടീസിലുള്ളത്. അല്ലാത്തപക്ഷം നിയമ നടപടികൾ തുടർന്ന് സ്വീകരിക്കുമെന്നും നോട്ടീസിൽ മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നു. മാന്യമായ പൊതുപ്രവർത്തനം നടത്തുന്ന ജനപ്രതിനിധി കൂടിയായ തനിക്ക് മാനനഷ്ടമുണ്ടാക്കുന്ന വാർത്തയാണ് റിപ്പോർട്ടർ ചാനൽ സംപ്രേഷണം ചെയ്തതെന്ന് പറഞ്ഞ കുഴൽനാടൻ സത്യവിരുദ്ധമായ വാർത്ത നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ചാനൽ ശ്രമിച്ചതെന്നും പറഞ്ഞത് നമ്മൾ കണ്ടതാണ്.